Hi all, welcome to the fourth class based on the civics chapter, Political Parties. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 3 ക്ലാസ്സിലായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലൈക്ക് ദ മീനിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ദെയർ ഫങ്ഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് സോ ഓൺ. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് പാർട്ടി സിസ്റ്റം. ആ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് ഹെഡിങ് കൊടുത്തിട്ടുള്ള വേറെ രീതിയിലാണ് ഹൗ മെനി പാർട്ടീസ് ഷുഡ് വി ഹാവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്, പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സ് കുറച്ച് കുറവാണ്. എന്നാൽ CBSE കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ കൂടിയാണിത്. സോ ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. പാർട്ടി സിസ്റ്റം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചില പാർട്ടി സിസ്റ്റങ്ങളെ കുറിച്ചാണ്. എക്സാമ്പിൾ വൺ പാർട്ടി സിസ്റ്റം ആൻഡ് സോ ഓൺ. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ വിത്ത് വൺ പാർട്ടി സിസ്റ്റം. അത് നിങ്ങൾക്ക് ആ പേര് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. ഇൻ സം കൺട്രീസ് ഓൺലി വൺ പാർട്ടി ഈസ് അലൗഡ് ടു കൺട്രോൾ ആൻഡ് റൺ ദ ഗവൺമെൻറ്. ഒറ്റ പാർട്ടി മാത്രമേ അലൗഡ് ആയിരിക്കുള്ളൂ ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യാൻ, അതുപോലെ ഗവൺമെൻറ് ഫോം ചെയ്യാൻ, റൺ ചെയ്യാനൊക്കെ. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ചൈന. ചൈനയെക്കുറിച്ചുള്ള കാര്യം നിങ്ങൾ കഴിഞ്ഞ വർഷം സിവിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ചൈനയിലെ പാർട്ടി സിസ്റ്റത്തെ പറ്റിയൊക്കെ വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നോക്കാം ഈ വൺ പാർട്ടി സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഫീച്ചർ. ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ഡെമോക്രാറ്റിക്. ഇത് ഡെമോക്രാറ്റിക് സിസ്റ്റം അല്ല. കാരണം സിൻസ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം മസ്റ്റ് അലോ അറ്റ്ലീസ്റ്റ് 2 parties to compete in election and provide a fair chance for the competing parties to come to power. കാരണം നമുക്കറിയാം, ഇവിടെ ഒറ്റ പാർട്ടി മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ ഇലക്ഷനിൽ കോൺടെസ്റ്റ് ചെയ്യാനും ഗവൺമെൻറ് റൺ ചെയ്യാനും അതുപോലെ ഫോം ചെയ്യാനൊക്കെ. നമുക്കറിയാം. സോ ഇറ്റ് ഈസ് നോട്ട് എ ഡെമോക്രാറ്റിക് സിസ്റ്റം. കാരണം ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ അറ്റ്ലീസ്റ്റ് 2 പാർട്ടിക്കെങ്കിലും പെർമിഷൻ ഉണ്ടായിരിക്കണം ടു കോമ്പീറ്റ് ഇലക്ഷൻ. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന നേരെ തിരിച്ചാണ്, ഒറ്റ പാർട്ടി മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഇനി അടുത്തൊരു സിസ്റ്റം ഓഫ് പാർട്ടിയാണ് 2 party സിസ്റ്റം. ഇതെല്ലാം നിങ്ങൾക്ക് ആ പേരിന് ഗസ് ചെയ്യാൻ പറ്റും. In some countries, power usually changes between 2 main parties. Such party system is called 2 party system. ഇപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൻ്റെ. അവിടെ ഒരു പാർട്ടി മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, അറ്റ്ലീസ്റ്റ് 2 പാർട്ടിയെങ്കിലും അലൗഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അറിയപ്പെടുന്നത് 2 party സിസ്റ്റം. ഇതിന് എക്സാമ്പിൾസ് നോക്കാം. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA ആൻഡ് യുണൈറ്റഡ് കിങ്ഡം ഓർ UK are the best example of 2 party system. നമുക്കറിയാം, അവിടെയൊക്കെ 2 പാർട്ടിയാണ് കൂടുതലായിട്ടും മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ 2 കൺട്രീസാണ് 2 party സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ, UK ആൻഡ് USA. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ് മൾട്ടി പാർട്ടി സിസ്റ്റം. സിംഗിൾ പാർട്ടി, ഒറ്റ പാർട്ടി മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ വൺ പാർട്ടി സിസ്റ്റം പറയാറുണ്ട് അതിന്. 2 party സിസ്റ്റത്തിലെ അറ്റ്ലീസ്റ്റ് 2 parties അത്. ഇനി തേർഡ് വൺ ആണ് മൾട്ടി പാർട്ടി സിസ്റ്റം. അത് നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് ഗസ് ചെയ്യാൻ പറ്റും. ഒരുപാട് പാർട്ടികളുള്ളൊരു സിസ്റ്റമാണ്. സോ ഇന്ത്യ ഒക്കെ ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ്. നമുക്ക് നോക്കാം അതിൻ്റെ പോയിന്റ്സ്. ഇഫ് സെവറൽ പാർട്ടീസ് കോമ്പീറ്റ് ഫോർ പവർ ആൻഡ് മോർ ദാൻ 2 parties ഹാവ് എ റീസണബിൾ ചാൻസ് ഓഫ് കമ്മിങ് ടു പവർ എയ്തർ ഓൺ ദെയർ ഓൺ സ്ട്രെങ്ത് ഓർ ഇൻ അലയൻസ് വിത്ത് അതേഴ്സ്, വി കോൾ ഇറ്റ് എ മൾട്ടി പാർട്ടി സിസ്റ്റം. അതായത് 3 കാര്യം ഓർത്തേക്കണം. ഇവിടെ ഒരുപാട് പാർട്ടീസ് ഇലക്ഷന് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. സെവറൽ പാർട്ടീസ് ആർ ഹിയർ. ഇനി അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഒരുപാട് പാർട്ടീസിന് അറ്റ്ലീസ്റ്റ് മോർ ദാൻ 2 parties, 2 പാർട്ടിക്കെങ്കിലും അല്ലെങ്കിൽ മോർ ദാൻ 2 പാർട്ടിക്കെങ്കിലും ആ ഇലക്ഷനിൽ വിൻ ചെയ്യാനും പവറിലേക്ക് വരാനും ആ ഒരു ചാൻസ് ഇവിടെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ പാർട്ടീസിന് പവർ കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പാർട്ടീസ് ഇവിടെ ഗവൺമെൻറ് ഫോം ചെയ്യുകയും റൺ ചെയ്യുകയും ചെയ്യുന്നത്? അതിന് 2 കാര്യങ്ങളുണ്ട്. എയ്തർ ഓൺ ദെയർ ഓൺ സ്ട്രെങ്ത്, കാരണം അത് ചിലപ്പോൾ ഒരു വലിയൊരു പാർട്ടി ആയിരിക്കും. കാരണം നാഷണൽ പാർട്ടീസ് നേരം പഠിച്ചതോടെ ഇന്ത്യയിൽ 7ഓളം മെയിൻ അല്ലെങ്കിൽ മേജർ ബിഗ് പാർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ പാർട്ടീസ് പവറിലേക്ക് വരുന്നത് ഓൺ ദെയർ ഓൺ സ്ട്രെങ്ത്, അവരുടെ ആ സ്ട്രെങ്ത് കൊണ്ട് മാത്രമായിരിക്കും. അങ്ങനെയല്ല, ചില പാർട്ടികൾ, ചില റീജിയണൽ പാർട്ടീസ് ഉണ്ടായിരിക്കും, വളരെ ലോക്കൽ പാർട്ടീസ്, കുറച്ച് മെമ്പേഴ്സ് മാത്രമുള്ള ഒരു ചെറിയ പാർട്ടി. ബട്ട് സ്റ്റിൽ അവർക്കും ചാൻസ് ഉണ്ട് ഇങ്ങനെ പവറിലേക്ക് വരാൻ. അതെങ്ങനെയായിരിക്കും വരുന്നത്? ഓർ ഇൻ അലയൻസ് വിത്ത് അതേഴ്സ്. അവർ ചിലപ്പോൾ ചില വലിയ പാർട്ടിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കും. അങ്ങനെയാണ് അവർ വരുന്നത്. സോ എനി ഹൗ മെയിൻ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ സെവറൽ പാർട്ടീസ് ഇവിടെ ഇലക്ഷനിൽ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് വി കോൾ ഇറ്റ് എ മൾട്ടി പാർട്ടി സിസ്റ്റം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ മൾട്ടി പാർട്ടി സിസ്റ്റത്തിൻ്റെ മെറിറ്റ്സ് നോക്കാനുണ്ട്. അതിലെ ഫസ്റ്റ് പോയിന്റ്, ദിസ് സിസ്റ്റം അലോസ് എ വെറൈറ്റി ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഒപ്പീനിയൻ ടു എൻജോയ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. അത് നമുക്ക് ഓൾറെഡി അറിയാം, കാരണം ഇവിടെ ഒരുപാട് പാർട്ടീസിന് ഇവിടെ ചാൻസ് കിട്ടുന്നുണ്ട്. സോ ദിസ് സിസ്റ്റം അലോസ് എ വെറൈറ്റി ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ പാർട്ടിയുടെ എല്ലാം ഇൻട്രസ്റ്റും ഒപ്പീനിയൊക്കെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഫസ്റ്റ് മെറിറ്റ്. ഇറ്റ് അലോസ് എ വെറൈറ്റി ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഒപ്പീനിയൻ ടു എൻജോയ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഒരുപാട് പാർട്ടീസിന് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ മീൻസ് ത്രൂ ഇലക്ഷൻ.
ഒറ്റ കാര്യം ഓർത്താൽ മതി, ഇവിടെ ഒരുപാട് പാർട്ടീസിന് ഇലക്ഷനിൽ കോമ്പീറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നുണ്ട്, ഫെയർ ചാൻസ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുവഴി കുറേ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് മെറിറ്റ്. ഇനി സെക്കൻഡ് മെറിറ്റ് ഓഫ് മൾട്ടി പാർട്ടി സിസ്റ്റം, പീപ്പിൾ ക്യാൻ മേക്ക് എ ചോയ്സ് ബിറ്റ്വീൻ സെവറൽ കാൻഡിഡേറ്റ്സ്. കാരണം നമുക്കറിയാം, ഒരു വൺ പാർട്ടി സിസ്റ്റമുള്ള കൺട്രിയിൽ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ചോയ്സ് ഇല്ല, ലാക്ക് ഓഫ് മീനിങ് ഫുൾ ചോയ്സാണ് അവിടെ ഉള്ളത്. കാരണം നമ്മൾ എപ്പോഴും ഒരു പാർട്ടിയെ മാത്രം സെലക്ട് ചെയ്യേണ്ടി വരികയാണ്, നമുക്കവിടെ ഒരു ചോയ്സ് ഇല്ല. ഇതുപോലെ തന്നെയാണ് ടു പാർട്ടി സിസ്റ്റത്തിൻ്റെ കാര്യം, അവിടെ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 പാർട്ടി മാത്രമേ കിട്ടുന്നുള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് ഒരുപാട് പാർട്ടീസ് നമുക്ക് സെലക്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ചോയ്സ് ഇവിടെ കൂടുതലാണ്. സോ വി ക്യാൻ മേക്ക് എ ചോയ്സ് ബിറ്റ്വീൻ സെവറൽ കാൻഡിഡേറ്റ്സ് ഓർ സെവറൽ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇനി നമുക്ക് ഇത്രയാണ് മെറിറ്റായിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ മൾട്ടി പാർട്ടി സിസ്റ്റത്തിൻ്റെ ചില ഡീമെറിറ്റ്സുകളാണ്. ഫസ്റ്റ് ഡീമെറിറ്റ്, നോ വൺ പാർട്ടി ഈസ് ലൈക്ലി ടു ഗെയിൻ പവർ എലോൺ, ദെർഫോർ ഇറ്റ് ലീഡ്സ് ടു ഡിഫിക്കൽട്ടി ഇൻ ഫോർമേഷൻ ഓഫ് ഗവൺമെൻറ്. ഇവിടെ ഒരുപാട് പാർട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചില ഇലക്ഷനിൽ ഒരു പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള മെജോറിറ്റി കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് ആ ഗവൺമെൻറ് ഫോർമേഷനെ ബാധിക്കും. കാരണം നമുക്കറിയാം, ഒരു വൺ പാർട്ടി സിസ്റ്റമുള്ള രാജ്യത്ത് എപ്പോൾ ആ ഒരു പാർട്ടിക്ക് മാത്രമായിരിക്കും മെജോറിറ്റി കിട്ടുക, കാരണം അവിടെ ആ പാർട്ടി മാത്രമേ ഉള്ളൂ. ഇനി ഡബിൾ പാർട്ടി സിസ്റ്റമുള്ള രാജ്യങ്ങളിൽ അവിടെയും അറ്റ്ലീസ്റ്റ് 2 പാർട്ടിയുള്ള അവിടെ അത്ര ഒരു പ്രശ്നം വരുന്നില്ല. എന്നാൽ ഇവിടെ ഒരുപാട് പാർട്ടികൾ കോമ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചില സമയത്ത് ഒരു പാർട്ടിക്ക് കൃത്യമായിട്ട് മെജോറിറ്റി കിട്ടാതെ വരികയും സോ ഇറ്റ് ലീഡ് ടു ഡിഫിക്കൽട്ടി ഇൻ ഫോർമേഷൻ ഓഫ് ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഫോർമേഷൻ പ്രോസസ് കുറച്ച് ഡിലേ ആയിട്ട് മാറും. അപ്പോൾ അതൊരു ഡീമെറിറ്റ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. മറ്റൊന്നാണ്, ഇറ്റ് ലീഡ്സ് ടു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. അതും ഈ ഫസ്റ്റ് പോയിന്റിനോട് കണക്ട് ചെയ്ത് വരുന്നൊരു പോയിന്റ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് പാർട്ടി ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു ചില പാർട്ടിക്ക് കൃത്യ മെജോറിറ്റി കിട്ടാതെ വരികയും അത് ഗവൺമെൻറ് ഫോർമേഷൻ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റു രീതിയിലും പറയാം, ഇറ്റ് ലീഡ്സ് ടു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. അപ്പോൾ ആ കൺട്രിയിലൊരു പൊളിറ്റിക്കലായിട്ട് ഇൻസ്റ്റെബിലിറ്റി കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ മൾട്ടി പാർട്ടി സിസ്റ്റം. അപ്പോൾ ഇത്രയാണ് ഹൗ മെനി പാർട്ടി ഷുഡ് വി ഹാവ്, അല്ലെങ്കിൽ പാർട്ടി സിസ്റ്റം എന്ന ടോപ്പിക്കും ഡിസ്കസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. സോ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം, എങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഉടനെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.